സംഖ്യയുടെ പുസ്തകം 29-ാം അധ്യായം. 7-ാം മാസം 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളം മുഴക്കുവാനുള്ള ദിവസമാകുന്നു. കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം. അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫായുടെ 10-3, മുട്ടാടിന് 10-2, ആട്ടിൻകുട്ടി 1-ന് 10-1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻമുട്ടിനെ പരിഹാരബലിയായി അർപ്പിക്കണം. അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി, അതിനോടൊന്നിച്ചുള്ള ധാന്യബലി, അനുദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് നിങ്ങൾ ഉപവസിക്കണം, ജോലിയൊന്നും ചെയ്യരുത്. എന്നാൽ ഒരു കാളക്കുട്ടിക്ക് ഒരു മുട്ടാട്, 7 ആൺചെമ്മരിയാടുകൾ ഇവയെ കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം. അവ ഊനമറ്റതായിരിക്കണം. അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫായുടെ 10-3, മുട്ടാടിന് 10-2, ആട്ടിൻകുട്ടി 1-ന് 10-1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാവപരിഹാരബലി, അനുദിന ദഹനബലി, അവയോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി എന്നിവയ്ക്ക് പുറമെ പരിഹാരത്തിനായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 7-ാം മാസം 15-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവം ആഘോഷിക്കണം. കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 13 കാളക്കുട്ടികൾ, 2 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള 14 ചെമ്മരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കണം. അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടി 1-ന് ഒരു എഫായുടെ 10-3, മുട്ടാട് 1-ന് 10-2, ആട്ടിൻകുട്ടി 1-ന് 10-1 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി ഇവയ്ക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 2-ാം ദിവസം 12 കാളക്കുട്ടികൾ, 2 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള ഊനമറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലി, അതിനോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി ഇവയ്ക്ക് പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 3-ാം ദിവസം 11 കാള, 2 മുട്ടാട്, ഒരു വയസ്സുള്ള ഊനമറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിനോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 4-ാം ദിവസം 10 കാളകൾ, 2 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള ഊനമറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത് ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിനോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 5-ാം ദിവസം 9 കാളകൾ, 2 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള ഊനമറ്റ 11 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 6-ാം ദിവസം 8 കാളകൾ, 2 മുട്ടാടുകൾ, ഊനമറ്റ 11 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 7-ാം ദിവസം 7 കാളകൾ, 2 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള ഊനമറ്റ 11 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത്.
കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഓന്നമറ്റ 7 ആൺസെമ്മരി ആടുകളെയും അർപ്പിക്കണം. നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം. നേർച്ചകളും സാഫിഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ, ധാന്യബലികൾ, പാനീയ ബലികൾ എന്നിവയ്ക്ക് പുറമെ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം. കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അധ്യായം 30. സ്ത്രീകളുടെ നേർച്ചകൾ. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം. ഏതെങ്കിലും യുവതി പിതൃഗ്രഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ച നേരുകയും ശപഥത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെയും തന്നെ തന്നെ കടപ്പെടുത്തിയ ശബ്ദത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോടും ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദത്തിൻ്റെ കടപ്പാടും അസാധുവാകും. പിതാവ് വിലക്കിയതുകൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും. നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെ തന്നെ കടപ്പെടുത്തുന്ന ശബ്ദമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശബ്ദത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശബ്ദത്തിൻ്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശബ്ദത്തിൻ്റെ കടപ്പാടും അവൾക്ക് ബാധകമായിരിക്കും. ഏതെങ്കിലും സ്ത്രീ ഭർതൃഗ്രഹത്തിൽ വെച്ച് നേർച്ച നേരുകയോ ശബ്ദത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്യുകയും അവളുടെ ഭർത്താവ് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശബ്ദത്തിൻ്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുന്ന ദിവസം അവയെ അസാധുവാക്കിയാൽ അവളുടെ നേർച്ചയും ശബ്ദത്തിൻ്റെ കടപ്പാടും പ്രാബല്യമില്ലാത്തതാകും. അവളുടെ ഭർത്താവ് അവയെ അസാധുവാക്കിയിരിക്കുന്നു. കർത്താവ് അവളോടും ക്ഷമിക്കും. ഏതു നേർച്ചയും ശബ്ദത്തിൻ്റെ കടപ്പാടും ഒരുവളുടെ ഭർത്താവിന് സാധുവോ അസാധുവോ ആക്കാം. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദങ്ങളും അവൻ സ്ഥിരപ്പെടുത്തുന്നു. അവൻ വിലക്കാത്തതുകൊണ്ട് അവ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് കേട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ ശേഷം നിരോധിച്ചാൽ അവൻ അവളുടെ കുറ്റം ഏറ്റെടുക്കണം. ഭർത്താവും ഭാര്യയും പിതാവും പിതൃഗ്രഹത്തിൽ വസിക്കുന്ന കന്യകയും പാലിക്കണമെന്ന് മോശ വഴി കർത്താവ് കൽപ്പിച്ച നിയമങ്ങൾ ഇവയാണ്. അധ്യായം 31. മിദിയാനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദിയാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദിയാൻകാരുടെ മേൽ കർത്താവിൻ്റെ പ്രതികാരം നടത്തുവാൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുവേൻ. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേലി സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതം യുദ്ധത്തിന് വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിനോടൊപ്പം യുദ്ധത്തിന് അയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചനാകാഹളങ്ങളും വഹിച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദിയാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖയും, സൂർ, ഹോർ, റേബ എന്നീ 5 മിദിയാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേലിയർ മിദിയാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും സമ്പത്തൊക്കെയും കൊള്ളവസ്തുവായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളോടൊപ്പം ജെറിക്കോയുടെ എതിർവശത്ത്
ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിലെ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേൽ സമൂഹത്തിൻ്റെയും അടുത്തേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കുവാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നുവോ? ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേലരെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരിയുണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെയെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെയെങ്കിലും തൊട്ടവനുമായി നിങ്ങളിലുള്ളവരെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും തോൽ, കോലാടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമം ഇതാണ്: സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അഗ്നിശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7-ാം ദിവസം നിങ്ങൾ വസ്ത്രം അലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിലെ ഗോത്ര നേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി 2ആയി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500-ന് 1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ എലയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50-ന് 1 വീതം എടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ളമുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 6,75,000 ആടുകൾ, 2,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 32,000 സ്ത്രീകൾ. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 3,37,500 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിൻ്റെ ഓഹരി 675. കാളകൾ 36,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 72. കഴുതകൾ 34,500. അതിൽ കർത്താവിൻ്റെ ഓഹരി 61. തടവുകാർ 16,000. അതിൽ കർത്താവിൻ്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തേക്ക് കാഴ്ച സമർപ്പിക്കുവാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിലുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 3,37,500 ആടുകളും 36,000 കാളകളും 34,500 കഴുതകളും 16,000 തടവുകാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിലുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50-ന് 1 വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യസഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി, ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാവപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലയാസറും അവരിൽ നിന്ന് സ്വർണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,579 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ
എടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അധ്യായം 32. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. റൂബൻ്റെയും ഗാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. യാസേർ, ഗിലെയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൺ, എലയാലെ, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ടുതാനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ യോർദാൻ്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിൻ്റെയും റൂബൻ്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? നാട് ഒറ്റുനോക്കുവാൻ കാദഷ് ബർണയിൽ നിന്ന് നിങ്ങളെ എഷ്കോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹപ്പെടുത്തി. അന്ന് കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശബ്ദപൂർവം അരുളി ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസിയക്കാരനായ യെഫൂന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും അവിടെ പ്രവേശിക്കും. കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിയുവാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്ന വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ.